സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീമ, സമരം 30 ദിവസം പിന്നിടുകയാണ്. ഇതുവരെ സംസ്ഥാന സർക്കാരുമായി കാര്യമായ ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമായ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അത്തരമൊരു ചർച്ചയ്ക്ക് സമരം നടത്തുന്ന ആശമാരെ, അവരുടെ പ്രതിനിധികളെ ആരോഗ്യമന്ത്രി ക്ഷണിച്ചിട്ടുമില്ല. ചർച്ച നടത്താൻ പോലും സന്നദ്ധത കാട്ടുന്നില്ല എന്ന വിമർശനം സർക്കാരിന് മേലുണ്ട്. എന്താണ് സമരസമിതിയുടെ അടുത്ത രണ്ടാം ഘട്ട സമരം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ JP നദ്ദ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുടിശ്ശികയില്ല എന്ന് രാജ്യസഭയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്താണ് ആശമാർക്ക് പറയാനുള്ളത്? വിജയകുമാർ, തുടക്കം മുതൽ തന്നെ ഈ സമരം തുടങ്ങിയതിന്റെ ആ ദിവസം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന സമീപനമായിരുന്നു ഈ ആശാ വർക്കേഴ്സ് സ്വീകരിച്ചിരുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ തങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സമരം സംസ്ഥാന സർക്കാരിനെതിരെയാണ്. കാരണം സംസ്ഥാന സർക്കാർ കൂട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് എന്നുള്ളതായിരുന്നു ആശാ വർക്കേഴ്സിന്റെ നിലപാട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി JP നദ്ദ രാജ്യസഭയിൽ ഈ ഇക്കാര്യം കൂടി വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് സമര നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് തന്നെ ആദ്യം പോകാം. ഇപ്പോൾ രാജ്യസഭയിൽ JP നദ്ദ ഔദ്യോഗികമായി പറയുന്നത് സംസ്ഥാന സർക്കാരിന് മുഴുവൻ തുകയും ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിന്റെ കണക്കുകൾ രാജ്യസഭയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? തീർച്ചയായിട്ടും അത്തരം കണക്കുകൾ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം. അത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു എന്നുള്ളതല്ല, സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന തുകയെ സംബന്ധിച്ച് അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് സുതാര്യത ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. കഴിഞ്ഞ ഞങ്ങൾ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ വിഷയത്തിൽ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഇന്നത്തെ ഈ അഭിപ്രായം വെളിപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ JP നദ്ദ പറയുന്നുണ്ട് ഓണറേറിയ വർധന ഉൾപ്പെടെ പരിഗണിക്കും എന്നാണ് പറയുന്നത്. അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ പറയുകയാണ്, 18 വർഷം മുമ്പ് ഈ പദ്ധതി ആരംഭിക്കുമ്പോഴുള്ള നിരക്കുകൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത് കേരളത്തിൽ നടക്കുന്ന ഈ സമരത്തിൻ്റെ വിജയമായിട്ട് തന്നെ ഞങ്ങളതിനെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. വിജയകുമാർ, മാത്രമല്ല നമ്മൾ ഇന്നിപ്പോൾ ഈ സമരം 1 മാസത്തിലേക്ക് പിന്നിടുമ്പോൾ കുറച്ചുകൂടി ആളുകളുടെ എണ്ണത്തിൽ ഒരു വർധനവുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭാ മാർച്ചിന് ശേഷമൊക്കെ അല്പം സമരം ശോഷിച്ചോ എന്ന് ഒന്ന് സംശയിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ വലിയ പങ്കാളിത്തം ആ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരപ്പന്തലിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലേക്ക് ഒരു സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുകൂടി അവർ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 2 സമരങ്ങളാണ് ഉടൻ തന്നെ അവർ നടത്താൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്. ഇത്രയും കാലം നിയമലംഘന സമരങ്ങളിലേക്ക് കടക്കാതിരുന്ന ആശമാർ ഈ നിയമലംഘനം ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള ഒരു വലിയ സമരത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 17-നാണ് ആ സമരം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ പൊങ്കാല എന്ന നിലയിലൊരു സമരം കൂടി സംഘടിപ്പിക്കുകയുമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ രാജ്യസഭയിൽ ഉൾപ്പെടെ വിഷയം ചർച്ചയായി, രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ള തുകയൊക്കെ സംസ്ഥാന സർക്കാരിന് കൈമാറി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ കണക്ക് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലാണ് ഒത്തുതീർപ്പാക്കാനുള്ളത്. ഈ ആശമാരുടെ മണ്ടയ്ക്കല്ല. ഞങ്ങൾക്ക് തരാനുള്ളത് ഞങ്ങൾ സ്ഥിരപ്പെടുത്തുക. ഞങ്ങളുടെ ആവശ്യം അതാണ്. വിരമിക്കൽ ആനുകൂല്യം തരിക, പെൻഷൻ തരിക. വിരമിക്കുമ്പോൾ 5 ലക്ഷമെങ്കിലും തരണമെന്നാണ് പറയുന്നത്. ഈ തർക്കത്തിൽ കക്ഷി ചേരാനില്ല. അല്ല, ഞങ്ങളല്ലല്ലോ, സാധാരണക്കാരായ ആശാവർക്കർക്ക് അതിൽ റോളില്ലല്ലോ. വിജയകുമാർ, അങ്ങനെയാണ്. അതായത് ഈ തർക്കത്തിൽ എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം തുടരട്ടെ, അതിൽ കക്ഷി ചേരാനില്ല എന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. വിജയകുമാർ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രഖ്യാപനം, അതായത് രാജ്യസഭയിലെ JP നദ്ദയുടെ മറുപടി, അതിനോട് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണം എന്താണ് എന്ന് ഇനി അറിയേണ്ടതുണ്ട്. നിയമസഭ നടക്കുന്നതുകൊണ്ട് ഒരുപക്ഷേ സഭാ സമ്മേളനത്തിന് ശേഷം ആരോഗ്യമന്ത്രി അതിലൊരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് കരുതാം.